ബിസ്മില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, ഏപ്രിൽ മാസം 10-ാം തീയതി അൽ ഇമാറാത്തു ബുതൂലാത്തുൻ വൻതിസാറാത്ത്, UAE എന്നാൽ നേട്ടങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും രാജ്യമാണ് എന്ന പ്രമേയമാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ശൈഅ. നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരുത്തുകയില്ല. സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്: വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. അതായത് യഥാർത്ഥ വിജയം പ്രതാപിയും യുക്തിമതിയുമായ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. എല്ലാ വിജയങ്ങളും നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നത് നാം കാണുന്നത്: ബലില്ലാഹു മൗലാക്കും വഹുവ ഖൈറുൻ നാസിരീൻ. എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു മാത്രമാണ്, സഹായികളിൽ ഏറ്റവും നല്ലവനും അവൻ തന്നെ. രക്ഷിതാവായ തമ്പുരാനെ, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ മാത്രമാണ് ഞങ്ങളുടെ അധിപൻ, നീ മാത്രമാണ് ഞങ്ങളെ സഹായിക്കുന്നത്. ഫനിഅമൽ മൗല വനിഅമൻ നസീർ. ഏറ്റവും നല്ല രക്ഷകനും ഏറ്റവും മികച്ച സഹായിയും അവനാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമെന്ന് നമുക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം നമ്മുടെ അനുഗ്രഹീതമായ ഈ രാജ്യം അള്ളാഹുവിന്റെ മതത്തെ സഹായിക്കുന്നുണ്ട്. പെരുപ്പിച്ചു കാണിക്കലുകളോ ഗൂഢലക്ഷ്യങ്ങളോ ഇല്ലാതെ അത് തുടരുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തെ ഈ രാജ്യം പരിഗണിക്കുന്നു, പ്രവാചകരുടെ ചര്യകളെ പിന്തുടരുന്നു. തിരുനബിയുടെ പത്നിമാരെ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ നാം ആദരിക്കുന്നു. പ്രവാചകരുടെ അനുചരന്മാരെ നാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. നീതിയുടെയും സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും മൂല്യങ്ങൾ ഈ രാജ്യം പ്രചരിപ്പിക്കുന്നു. പക്ഷപാതപരമായ ചിന്തകളെയും അറിയപ്പെടുത്തുന്നു. വെറുപ്പും വിവേചനവും പ്രകടിപ്പിക്കുന്നത് ഈ രാജ്യത്ത് കുറ്റകരമാണ്. ഇത്തരം സുന്ദരമായ രീതികളെ ആരു പിന്തുടരുന്നുവോ അവർക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. അവരെ അള്ളാഹു നേർവഴിയിൽ നടത്തും. ഏതൊരാൾക്ക് അള്ളാഹുവിൽ നിന്നു സഹായം ലഭിക്കുന്നുവോ അവനെ മറികടക്കാൻ ആർക്കുമാവില്ല. അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. സത്യവിശ്വാസികളെ, നമ്മുടെ പ്രിയങ്കരമായ ഈ രാജ്യത്തിന് വിജയത്തിന്റെ മാർഗങ്ങൾ അള്ളാഹു സംവിധാനിച്ചു. അതുകൊണ്ട് തന്നെ അതിനായി ഈ രാജ്യം നന്നായി സജ്ജമാവുകയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ സായുധ സേനയെ സദാ സജ്ജമാക്കി. അവരാണ് രാജ്യത്തിന്റെ കാവലാളുകളായ നായകന്മാർ. വിശുദ്ധ പ്രവാചകർ നമ്മെ പഠിപ്പിച്ച അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് എന്ന ഉപദേശമാണ് നമുക്കതിന് പ്രചോദനമാവുന്നത്. അതായത് ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ നല്ലവനും അള്ളാഹുവിന് പ്രിയങ്കരനും. ഈ ഉത്തമ ബോധം നമ്മിലുണ്ടായതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എപ്പോഴും തൗഫീഖ് ഉണ്ടായി. എപ്പോഴും നാം വിജയിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ആകാശം എപ്പോഴും കരുത്തുറ്റ പരിചയായി നിലകൊണ്ടു. സുഭദ്രമായ ഒരു കോട്ട പോലെ അത് പ്രവർത്തിച്ചു. വഞ്ചകനായ നമ്മുടെ ശത്രു പലതവണ ആ ആകാശത്തേക്ക് ശ്രമിച്ചു നോക്കി. പക്ഷേ ശക്തമായ സംരക്ഷണ വലയം അവർക്ക് ഭേദിക്കാനായില്ല. മുന്നോട്ട് വരുമ്പോഴെല്ലാം അതിശക്തമായി നേരിടുന്ന സൈന്യത്തെ അവർക്ക് കാണേണ്ടി വന്നു. നമ്മുടെ സൈന്യം, നമ്മുടെ കരയും ആകാശവും കടലുമെല്ലാം അവരുടെ തിന്മയിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു. കവി പറഞ്ഞിട്ടുള്ളതുപോലെ
وأن النازلون بحيث شئنا حرسنا جونا لما صددنا صواريخ العداة الغادرين قنتنا نسأل الوهاب نصرا وإن الله ناصرنا يقينا. നാം ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർക്കുന്നവരും വേണ്ടിടത്ത് ചെന്നിറങ്ങുന്നവരുമാണ് നമ്മൾ. വഞ്ചകരായ ശത്രുക്കൾ മിസൈലുകളുമായി നമ്മളെ ലക്ഷ്യം വെച്ചപ്പോൾ നമ്മുടെ ആകാശത്തിന് കാവലൊരുക്കിയവരാണ് നമ്മൾ. നാം എപ്പോഴും അള്ളാഹുവിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു തീർച്ചയായും നമ്മെ സഹായിക്കുന്നവനുമാണ്. സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് ആദരണീയമായ ഒരു നേതൃത്വത്തെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. എപ്പോഴാണ് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നവർക്കറിയാം. ആരോടാണ് സമാധാനപൂർവം പ്രവർത്തിക്കേണ്ടത് എന്നവർക്ക് ബോധമുണ്ട്. ഇങ്ങോട്ട് അതിക്രമം കാണിക്കുന്നവനോട് എങ്ങനെ പെരുമാറണമെന്നും അവർക്കറിയാം. കൃത്യമായ ദിശാബോധത്തോടെ ഉൾക്കാഴ്ചയോടെയാണ് ആ നേതൃത്വം രാജ്യത്തെ നയിക്കുന്നത്. അത്തരം ആളുകളെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളിൽ അള്ളാഹുവുമായി ചെയ്ത കരാറിന്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തുന്ന ചിലരുണ്ട്. അതുകൊണ്ടുതന്നെ അള്ളാഹു നമ്മുടെ രാജ്യത്തിന്റെ ആദരണീയമായ നേതൃത്വത്തിന്റെ കഠിന ശ്രമങ്ങൾക്ക് നന്ദിയുള്ളവനായി. നമ്മുടെ ധീര പോരാളികളുടെ കഠിനാധ്വാനങ്ങളെ അള്ളാഹു കൃതജ്ഞതയോടെ സ്വീകരിച്ചു. അവരാണ് ശത്രുവിന്റെ അതിക്രമങ്ങൾക്ക് മുന്നിൽ ഉറച്ച പർവ്വതം പോലെ നിലയുറപ്പിച്ചത്. സർവ്വലോകങ്ങൾക്കും വായിക്കാവുന്ന ഒരു വലിയ സന്ദേശമായി ഈ മഹത്തായ രാജ്യത്തിന്റെ സ്ഥൈര്യവും മനോധൈര്യവും ഇന്ന് ലോകം മനസ്സിലാക്കുകയാണ്. നമ്മിലെ ആദരണീയരായ രക്തസാക്ഷികൾക്ക് അള്ളാഹു കരുണ ചെയ്യുമാറാവട്ടെ. വിവിധ ഘട്ടങ്ങളിൽ ശാരീരിക ബുദ്ധിമുട്ടുകളും പരിക്കുകളും ഏറ്റവർക്ക് അള്ളാഹു എത്രയും വേഗം ശമനം നൽകി അനുഗ്രഹിക്കട്ടെ. സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ മഹത്തായ രാജ്യത്തിന് വിജയം സാധ്യമായത്. പരസ്പരം ഒരുമയോടെ ഇഴയടുപ്പത്തോടെ നിൽക്കുന്ന ഈ രാജ്യത്തു ജീവിക്കുന്ന ജനങ്ങളാണ് ആ വിജയത്തിന് നിദാനമായത്. പ്രവാചകർ പറഞ്ഞതുപോലെ പരസ്പരം ശക്തി പകരുന്ന, കരുത്തു പകരുന്ന ഒരു കെട്ടിടത്തിന്റെ കല്ലുകൾ പോലെയാണ് നാം. നമ്മുടെ ഹൃദയങ്ങളിൽ ഐക്യമുണ്ട്. ഭീരുവും വഞ്ചകനുമായ നമ്മുടെ ശത്രുവിനെതിരെ നാം ഒറ്റക്കെട്ടാണ്. ശത്രു ആഗ്രഹിക്കുന്നത് നമുക്കിടയിൽ വിഭാഗീയതയാണ്. നമ്മുടെ സ്നേഹബന്ധങ്ങൾ തകർന്നു പോകണമെന്നാണ്. നമ്മുടെ നന്മകളും സൽപ്രവർത്തനങ്ങളും ഇല്ലാതാവണമെന്ന് അവൻ ആഗ്രഹിച്ചു. അപ്പോൾ നാം ധാരാളമായി നന്മകൾ ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ കഴിവും ശേഷിയും ഒന്ന് പരിശോധിക്കണമെന്ന് ശത്രുവിന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ കഴിവ് അവനെ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇതൊരു കരുത്തുറ്റ മണ്ണാണെന്നും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ആളുകളുടെ പ്രദേശമാണെന്നും ശത്രു മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നാം അതിജയിക്കുക തന്നെ ചെയ്യും. നമ്മുടെ കടലും കരയും ആകാശവും സംരക്ഷിക്കുവാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. ഈ നാട്ടിലെ പൗരന്മാരെയും ഈ മണ്ണിൽ ജീവിക്കുന്ന ഓരോരുത്തരെയും സംരക്ഷിക്കുവാൻ നാം സദാ സന്നദ്ധമാണ്. നാം നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും നമ്മുടെ നിലപാടുകളെ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രക്ഷിതാവായ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന വിജയത്തിന്റെ വഴികളിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്നെ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം ഓർക്കുകയും വിനയവിധേയരായി നിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. നീയാണല്ലോ ഞങ്ങളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫത്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ശത്രു സംഘവുമായി ഏറ്റുമുട്ടുമ്പോൾ സ്ഥൈര്യത്തോടെ നിലകൊള്ളുക. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക. നിങ്ങൾ വിജയികളായേക്കാം. നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്, സമാധാനപൂർണമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്തിന് ഗുണമാണ്, നന്മയാണ്. കാരണം വല്ല സന്തോഷവും വന്നാൽ ഈ രാജ്യം അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നു. അത് ആ രാജ്യത്തിന് ഗുണകരമാണ്. വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ ആ രാജ്യം ക്ഷമ കൈക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ വിജയം ആ രാജ്യത്തിന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതാണല്ലോ നമ്മുടെ പ്രവാചകർ പറഞ്ഞത്,
തീർച്ചയായും വിജയം ക്ഷമയോടുകൂടെയാണ് കടന്നു വരുന്നത്. ഏതാനും സമയം നാം കൈക്കൊള്ളുന്ന ക്ഷമയാണ് വിജയമെന്ന് ആപ്തവാക്യവുമുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.